എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണം നടത്താത്ത നടപടിയിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. വരൾച്ച രൂക്ഷമായിട്ടും എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ആരംഭിക്കാത്തതിലാണ് ഇടതുപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ആരോപിച്ച ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. ഒരു മാസത്തിലധികമായി ജനം കുടിവെള്ളം കിട്ടാതെ വലയുമ്പോഴും പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്തത് ജനവഞ്ചനയാണെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളായ R. വിജയപ്രകാശ്, മിനി അനിൽ, മാത്യു പണിക്കർ, ശാന്ത ചെല്ലപ്പൻ, സൗമ്യ രാജ്, MS രജനി ദേവി എന്നിവരാണ് പ്രതിഷേധിച്ചത്. എഴുകോൺ പഞ്ചായത്തിന്റെ 17 വാർഡിലും വരൾച്ച അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ജനങ്ങൾ ഒരിറ്റ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ എഴുകോൺ പഞ്ചായത്തിലെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കാത്ത ഒരു അവസ്ഥയാണ്. പലവട്ടം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാൻ വേണ്ടി എഴുകോൺ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഗവൺമെൻറ് 9/2/2026 മാർച്ച് മാസം 1-ാം തീയതി തൊട്ട് മാർച്ച് മാസം 31-ാം തീയതി വരെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ വാർഡുകളിൽ ശുദ്ധജലം കൊടുക്കുന്നതിനുള്ള അംഗീകാരം കിട്ടി. എങ്കിൽ ഈ എഴുകോൺ പഞ്ചായത്ത് അത് മറച്ചുകൊണ്ട് പദ്ധതി കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള നടപടി നാളിതുവരെ സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ചെയ്തത്. ഗവൺമെൻറ് 2026 1/3/2026 മുതൽ 31/3/2026 വരെ 6 ലക്ഷവും 1/4/2026 മുതൽ 31/5/2026 വരെ 12 ലക്ഷം രൂപ തല്ലുകൊണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കുടിവെള്ളക്ഷാമം കൊടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും എഴുകോൺ പഞ്ചായത്ത് മറച്ചു വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി നാളിതുവരെ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് എഴുകോണിലെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ നട്ടോട്ടം ഓടുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഇന്ന് തൊട്ട് സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ആവശ്യം നിറവേറ്റുന്നതുവരെ ഇടതുമുന്നണിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യാത്തത് മൂലം ഉള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുകോൺ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൃത്യമായി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള. എല്ലായിടത്തും വെള്ളം നിത്യ ചിലവിന് 500 രൂപയിലധികം ചിലവാക്കിയാണ് പാവപ്പെട്ടവരായ കുടുംബങ്ങൾ ഒരു ടാങ്ക് വെള്ളം അടിക്കുന്നത്. അതും ആവശ്യത്തിന് കിട്ടാറില്ല. ഭക്ഷണത്തിനുണ്ടാക്കുന്നതിനും ദൈനംദിന ജീവിതങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് നിരവധി പേര് ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്ന് നമ്മളെ സമീപിച്ചു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ പലതവണ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായൊരു കാര്യമാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് കുടിവെള്ളത്തിനുള്ള ക്ഷാമത്തിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ. ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് 17 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ 3 മാസമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്താണ് എഴുകോൺ പഞ്ചായത്ത്. സർക്കാരിൽ നിന്നും ഫണ്ട് അനുമതി ഉണ്ടായിട്ട് കൂടി ഈ വാർഡുകളിലെ ജനങ്ങൾ ഏകദേശം 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപ നിരക്കിലാണ് ഒരേ ടാങ്ക് വെള്ളവും എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളെല്ലാവരും അതിനെതിരെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ പല കമ്മിറ്റികളിലും ഞങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചിട്ട് പോലും യാതൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പം തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നാണ് ഉത്സവസ്ഥലങ്ങളിൽ പോലും കൊണ്ടുവരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത എഴുകോൺ പഞ്ചായത്തിലുള്ളവർ പോലും വെള്ളം വാങ്ങുന്നത്. ഈ നീചമായ പ്രവൃത്തി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.